We have a fourth speaker, Josna JS. She's a research scholar in the Department of Malayalam, NSS College, Nillamel, Kollam. So she's going to talk about തുല്യ മാനവികതയ്ക്കും തുല്യ പൗരത്വത്തിനുമുള്ള സാമുദായിക പോരാട്ടങ്ങളുടെ പൊതു ഇടം ഒരന്വേഷണം. സോ വി കം ബാക്ക് ടു പൊതു ഇടം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത്തരമൊരു അവസരം നൽകിയതിൽ ഞാൻ ആദ്യം തന്നെ ഈ ഫൗണ്ടേഷനോട് ട്രസ്റ്റിനോട് നന്ദി പറയുകയാണ്. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രബന്ധത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് തുല്യ മാനവികതയ്ക്കും തുല്യ പൗരത്വത്തിനുമുള്ള സാമുദായിക പോരാട്ടങ്ങളുടെ പൊതു ഇടം ഒരന്വേഷണം എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് രാവിലെ മുതൽ തുല്യതയെക്കുറിച്ചും അതുപോലെ പൗരത്വത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ വാദോരാതെ സംസാരിക്കുകയാണ്. പക്ഷേ ഞാനിവിടെ സംസാരിക്കുന്നത് ചരിത്രത്തെക്കുറിച്ചാണ്. അതായത് ചരിത്രത്തിൽ എങ്ങനെയാണ് ഈ തുല്യത എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴി ഉണ്ടായത്, എങ്ങനെയാണ് അത്തരം ഒരു പ്രവർത്തനം ഉണ്ടായത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം എന്താണ് മാനവികത എന്നത്? മാനവികത എന്നാൽ മനുഷ്യരോടുള്ള സ്നേഹം, സഹാനുഭൂതി, അനുകമ്പ തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഭാവമാണ്. എല്ലാവരോടും സമമായി പെരുമാറുകയും അവരുടെ അവകാശങ്ങളും അവസരങ്ങളും ക്ഷേമവും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് തുല്യ മാനവികത എന്ന് പറയുന്നത്. സഹജീവികളെ കരുതുക, പരിഗണിക്കുക തുടങ്ങിയ സാമൂഹിക പൗരബോധവും മനുഷ്യൻ സമൂഹത്തിൽ പുലർത്തേണ്ടതുണ്ട്. അതായത് രാവിലെ മുതൽ നമ്മൾ മാനവികതയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുമ്പോൾ അന്യനെ, അപരനെ കരുതാനുള്ള ഒരു സ്നേഹം, ഒരു കരുതലിൻ്റെ ഒരു മൂല്യത്തെയാണ് മാനവികത പലപ്പോഴും പങ്കുവയ്ക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തുല്യ മാനവികതയ്ക്കും തുല്യ പൗരത്വ ആശയങ്ങൾക്കും ലോകത്തിൽ യാഥാർത്ഥ്യമായതിന് പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. ഇന്നും അത് യാഥാർത്ഥ്യമായോ എന്നത് ഒരു വലിയ ക്വസ്റ്റ്യനാണ്. ബിക്കോസ് ഇന്നലത്തെ ന്യൂസ് പേപ്പർ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, കർണാടകയിലെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഒരു ഉച്ചഭക്ഷണം നിർമ്മിക്കാനായിട്ട് ദളിത് വിഭാഗത്തിലെ ഒരു സ്ത്രീയെ നിയമിച്ചപ്പോൾ ആ സ്കൂളിലെ ഒരു ക്ലാസ്സിൽ 21 കുട്ടികളുള്ളതിൽ 20 കുട്ടികൾ TC മേടിച്ചു പോയി എന്ന് ഇന്നലത്തെ പത്രം പറയുന്നുണ്ട്. അപ്പോൾ ഈ തുല്യ മാനവികത അല്ലെങ്കിൽ തുല്യ പൗരത്വം എന്ന് പറയുന്ന ആശയം ഇന്നും ഇന്ത്യയിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് കേരള പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രബന്ധമാണ്. ഈ കേരള പശ്ചാത്തലത്തിൽ അവിടെയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തരത്തിലെങ്കിലും ഒരു തുല്യത എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നത് എപ്രകാരമാണ്, എങ്ങനെയാണ് എന്നുള്ള ഒരു ചോദ്യത്തിലാണ് നമ്മൾ എത്തുന്നത്. കേരള ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലതരത്തിൽ ഈ തുല്യത എന്ന് പറയുന്ന ആശയത്തെ തകർക്കപ്പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് മനുഷ്യന് തന്നെ അയിത്തം കൽപ്പിക്കുന്ന തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഊഴിയവേല എന്ന് പറയുന്നത് കൂലിയില്ലാതെ നിർബന്ധിത ജോലി ചെയ്യിക്കുന്നതിനെയാണ് ഊഴിയവേല എന്ന് പറയുന്നത്. അതുപോലെ അവശ്യ വിഭാഗങ്ങൾക്ക് വസ്ത്ര സ്വാതന്ത്ര്യം നിഷേധിക്കുക, മുലക്കരം തുടങ്ങിയ അനാദർശപരമായ കരംപിരിവുകൾ, ഇഷ്ടമുള്ള പേരോ വസ്ത്രമോ ആഹാരമോ ഭാഷയോ സാമഗ്രികളോ ഉപയോഗിക്കുന്നതിനുള്ള അവസര നിഷേധം, തൊഴിലവസരങ്ങൾ നിഷേധിക്കുക എന്ന് തുടങ്ങി നിരവധിയായിട്ടുള്ള മനുഷ്യത്വരഹിതമായ നടപടികൾ നിലനിന്നിരുന്ന ഒരു സംസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശമായിരുന്നു കേരളം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവശരായിട്ടുള്ള ജനങ്ങൾക്ക്, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന, അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് അവർ നിർബന്ധിതമായി തൊഴിലെടുക്കാൻ തയ്യാറാവുകയും കൂലി അവർക്ക് പാടത്ത് കുഴി കുഴിച്ച് ഇലയിട്ട് അതിൽ കഞ്ഞി കൊടുക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു സംസ്കാരം, ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നതായിട്ട് ഇന്നലകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായി പേരിടാൻ, തൻ്റെ കുഞ്ഞിനെ ഇഷ്ടമുള്ള പേരിടാൻ കഴിയാത്ത ഒരു ചരിത്രം, കള്ളിയെന്നോ അല്ലെങ്കിൽ മാടനെന്നോ ഒക്കെ പേരിടാൻ ഒരു പക്ഷേ സവർണരായിട്ടുള്ളവർ തരുന്ന പേരിനെ അനുഭവിക്കാൻ മാത്രം തയ്യാറാകേണ്ടി വന്ന ഒരു ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. വീട് വെച്ചാൽ അത് വീട് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, മാടം എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു പുതുതായിട്ടൊരു വസ്ത്രം നമുക്ക് കിട്ടിയാൽ, ഒരു പുതുവസ്ത്രം കിട്ടിയാൽ അത് അതേ പുറംമോടിയോടുകൂടി ധരിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇപ്പോൾ നമുക്ക് ഒരുപക്ഷെ നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്കെങ്കിലും നമുക്ക് മനസ്സിലാകാം, നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇഷ്ടമുള്ള സ്ഥലത്ത് വാങ്ങിക്കാം, ഇടാം, ഉപയോഗിക്കാം. പക്ഷേ മുൻപ് കേരള ചരിത്രം പരിശോധിക്കുമ്പോൾ പുതിയൊരു വസ്ത്രം മേടിച്ചാൽ അത് സ്വന്തമായിട്ട് അതിൽ ചെളി തേക്കണം, ചെളി തേച്ച് അതിനെ മലിനമാക്കിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നൊരു സാഹചര്യം നിലനിന്നിരുന്ന ഒരു ഭൂപ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്. തുല്യ മാനവികതയ്ക്കും തുല്യ പൗരത്വത്തിനുമായി സാമുദായിക പോരാട്ടങ്ങൾ എങ്ങനെയെല്ലാം ഇടപെട്ടു എന്ന അന്വേഷണമാണ് ഈ പ്രബന്ധം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പ്രബന്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇവയാണ്: ചരിത്രത്തിലെ ഉച്ചനീചിത്വ സാഹചര്യങ്ങളെ കണ്ടെത്തുക,
സാമൂഹിക ഉന്നമനത്തിനായി നടത്തപ്പെട്ടിട്ടുള്ള സാമുദായിക പോരാട്ടങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് ഏകീകരിക്കുക. സാമുദായിക പോരാട്ടങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൽ തുല്യ മാനവികതയും തുല്യ പൗരത്വം എന്നീ ആശയങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിച്ചു എന്ന് തിരിച്ചറിയുക. ഇത്തരം ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പ്രബന്ധം അവതരിപ്പിക്കുന്നത്. തുല്യ മാനവികത എന്ന ആശയത്തെക്കുറിച്ച് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നത് എല്ലാ മനുഷ്യരും തുല്യരായി ജനിക്കുന്നു, അവരുടെ അന്തസ്സും അവകാശങ്ങളും തുല്യമാണ് എന്നാണ്. പക്ഷേ ഇത് നിയമങ്ങളിൽ മാത്രം അല്ലെങ്കിൽ അക്ഷരങ്ങളിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണെന്ന് മുൻ പ്രബന്ധങ്ങളിലൂടെ എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ളതാണ്. തുല്യ മാനവികത വർഗം, ലിംഗം, മതം, ലൈംഗിക സ്വഭാവം തുടങ്ങിയവയിൽ സമൂഹത്തിൽ ജനങ്ങൾ വിവേചനം നേരിടുന്നുണ്ട്. സാമൂഹികപരമായ ആശയങ്ങൾ തുല്യ മാനവിക മൂല്യങ്ങളിൽ അസമത്വം നൽകുന്നുണ്ട്. അതായത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അക്ഷരങ്ങളിൽ പലതും പറയുന്നു, റിയാലിറ്റി വളരെ ഡിഫറൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ലിറ്റററി പല കാര്യങ്ങളുണ്ട്, പക്ഷെ യാഥാർത്ഥ്യം മറിച്ചാണ്. എന്താണ് തുല്യ പൗരത്വം? തുല്യ പൗരത്വം എന്നത് അവകാശങ്ങൾ, ഉത്തരവാദിത്വം, അവസരങ്ങൾ എന്നിവ പൗരന്മാർക്ക് യാതൊരു വേർതിരിവുകളുമില്ലാതെ തുല്യമായി ലഭിക്കുക എന്നതാണ്. അതായത് ഒരു ഭൂമിശാസ്ത്രമായ ഒരു ടെറിട്ടറിക്കുള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ അവകാശങ്ങളും എല്ലാ അവസരങ്ങളും ഒരുപോലെ എല്ലാവർക്കും കിട്ടണം. അപ്പോഴാണ് തുല്യ പൗരത്വം എന്ന് പറയുന്ന ഒരു ആശയം സാർത്ഥകമാകുന്നത്. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഒരേ വിഷയം, ഒരു ഭാര്യയും ഭർത്താവും ഒരേ വിഷയം കോർട്ടിന് മുന്നിൽ എത്തുമ്പോഴത്തേക്കും അത് ഒരേപോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് തുല്യ പൗരത്വത്തിൻ്റെ അണ്ടറിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഒരു ടെറിട്ടറിക്കുള്ളിൽ, ഒരു ഭൂമിശാസ്ത്രത്തിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിനുള്ളിൽ ജീവിക്കുമ്പോൾ എല്ലാ അവസരങ്ങളും എല്ലാ ശിക്ഷണ രീതികളും അവകാശങ്ങളും അതുപോലെ ഡ്യൂട്ടീസും എല്ലാം നമുക്ക് ഒരുപോലെ ഫീൽ ചെയ്യാൻ, അനുഭവിക്കാനായിട്ട് കഴിയണം. ഇത് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സാമുദായിക പോരാട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പ്രബന്ധത്തിൻ്റെ ചുരുക്കലിന് വേണ്ടിയിട്ട് 3 പോരാട്ടങ്ങളെ മാത്രമാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് മാറുമറയ്ക്കൽ കലാപം. ഈ മാറുമറയ്ക്കൽ കലാപം ചാന്നാർ ലഹള എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. 1813 1859 കാലഘട്ടത്തിനിടയിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു കലാപമായിട്ടാണ് മാറുമറയ്ക്കൽ കലാപം അല്ലെങ്കിൽ ചാന്നാർ ലഹള അറിയപ്പെടുന്നത്. ഈ ലഹളയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് ആ ഒരു കാലഘട്ടത്തിൽ പൊതുവെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ലിംഗഭേദമന്യേ പാർശ്വവൽക്ക ജനതയ്ക്ക് പ്രത്യേകിച്ച് അരയ്ക്ക് മുകളിലോട്ടോ മുട്ടിന് താഴേക്കോ വസ്ത്ര സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ പല മിഷണറിമാരും കടന്നു വരുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ കടന്നു വരുന്നുണ്ട്. തെക്കൻ തിരുവിതാംകൂറിലാണ് ഈ കലാപം പുറപ്പെടുന്നത്. LMS മിഷൻ, ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന ഫലമായിട്ട് കൺവേർട്ടഡ് ക്രിസ്ത്യൻസ്, അതായത് മതപരിവർത്തരായിട്ടുള്ള കുറച്ച് അരികുവൽക്കരിക്കപ്പെട്ട ജനതയുണ്ടാകും. ആ ജനത തീർച്ചയായിട്ടും അവർക്ക് പള്ളിയിൽ പ്രവേശിക്കുന്നതിന് വസ്ത്ര സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് മൺട്രോ 1814 ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ ഉത്തരവിൻ പ്രമാണം കുറച്ച് സ്ത്രീകൾ വസ്ത്രം ധരിച്ചുകൊണ്ട് പൊതുനിരത്തിൽ സഞ്ചരിക്കുകയാണ്. അവരെ സവർണരായിട്ടുള്ളവർ അറ്റാക്ക് ചെയ്യുകയാണ്. ഈ അറ്റാക്കിനെതിരെ സ്വന്തം സമുദായത്തിൽ തന്നെയുള്ള അതായത് ആ ഒരു സമുദായത്തെ പറയുന്നത് ചാന്നാർ സമുദായമാണ്. ഇന്നവരെ നാടാർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വിഭാഗത്തിൽ തന്നെയുള്ള പുരുഷന്മാർ ഒരു വലിയ പ്രതിരോധം തീർക്കുകയാണ്. അപ്പോൾ ഈ പ്രതിഷേധത്തെയാണ് മാറുമറയ്ക്കൽ കലാപം എന്ന് പറയുന്നത്. ഈ കലാപത്തിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീട് LMS മിഷൻ ഈ പ്രതിഷേധത്തിൽ ഇടപെടുന്നു, കൽക്കുളം കോടതിയിൽ കേസ് കൊടുക്കുന്നു, കോടതി വിധി വരുന്നുണ്ട്. അങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത്. എന്തായിരുന്നാലും ഈ ഒരു ഇഷ്യൂവിനെതിരെ പ്രതികരിക്കുന്നത് ആ സമുദായത്തിലെ തന്നെ പുരുഷന്മാരാണ്, അല്ലെങ്കിൽ ആ ഒരു സമുദായത്തിൻ്റെ പ്രതിരോധമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരു മാറുമറയ്ക്കൽ കലാപത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് വേണമെങ്കിൽ ഒരു സാമുദായിക പ്രതിഷേധമായിട്ട്, അല്ലെങ്കിൽ അവർ മാത്രമേ ഇതിൽ പങ്കെടുത്തു എന്ന വാദം എനിക്കില്ല. പക്ഷേ അതിന് നേതൃത്വം കൊടുത്തതിൽ ആ ഒരു സമുദായത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കണ്ടെത്താനായി പറ്റും. മറ്റൊരു പ്രതിരോധമാണ് അല്ലെങ്കിൽ മറ്റൊരു പ്രതിഷേധമാണ് ഊഴിയവേലയ്ക്കെതിരെയുള്ള പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിരോധം. എന്താണ് ഊഴിയവേല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കൂലിയില്ലാതെ നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്ന രീതിയാണ് ഊഴിയവേല എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ ഏതാണ്ട് കേരളത്തിൽ ഊഴിയവേല നിലനിന്നിരുന്നു. ഈ ഊഴിയവേലയ്ക്കെതിരെ ആദ്യമായി പ്രതികരിക്കുന്നത് ശകുന്തളാദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ പ്രതികരിച്ചതിന് ജമ്മിമാരവരെ തല്ലിക്കൊന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഏതായിരുന്നാലും അവർണരെ അടിമകളായി കണ്ടിരുന്ന മേൽജാതിക്കാർ പാർശ്വജനതയ്ക്ക് ഊഴിയവേല നിർബന്ധിതവും ജാതീയമായ ഒരു കടമയും ആചാരപരമായ നിഷ്ഠയുമായിട്ട് കൽപ്പിച്ചിരുന്നു. മറ്റൊന്ന് മലബാർ കലാപം.
ഈ മലബാർ കലാപം 1921-22 കാലഘട്ടത്തിൽ നടന്ന കലാപമാണ്. ഇവിടെ ഈ മലബാർ കലാപത്തിന്റെ കാരണങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള പ്രതികരണമായിട്ടും അതുപോലെ തന്നെ കർഷകർക്കെതിരായുള്ള നിലപാടുകൾക്കെതിരെയും ഭൂ ഉടമകളായ നായർ പ്രഭുക്കന്മാർക്ക് നൽകിയ അനുകൂല സമീപനം, ഇങ്ങനെ പല കാരണങ്ങൾ മുൻനിർത്തിയാണ് മലബാർ കലാപം ആരംഭിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് അന്നത്തെ മലബാർ മാപ്പിളമാരാണ്. നേതൃത്വം നൽകിയത് മാത്രമാണ്, അവർ മാത്രമാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഇതിലില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ ഒരു നേതൃത്വം നമുക്കതിൽ കാണാൻ പറ്റും. അലി മുസ്ലിയാർ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുതലിയാർ, KM മൗലവി തുടങ്ങിയവർ പങ്കാളികളായ മാപ്പിള ലഹള മുസ്ലിം സമുദായത്തിൻ്റെ സ്വയം നവീകരണ വഴിയിലെ നാഴികക്കല്ലായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രതിരോധമാണ്. ഞാൻ ഈ പങ്കുവച്ച 3 പ്രതിരോധങ്ങൾ മാത്രമല്ല, ധാരാളം പ്രതിഷേധങ്ങൾ ചരിത്രത്തിൽ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് അയ്യങ്കാളിയൊക്കെ പരിശോധിച്ചാൽ ഒരുപാട് കാണാൻ പറ്റും. ഞാനതിവിടെ പറയാൻ ശ്രമിക്കുന്നില്ല. ഏതായാലും ഈ സമരങ്ങളുടെ അനന്തര ഫലത്തെക്കുറിച്ചാണ് ഇനി ഞാൻ സംസാരിക്കുന്നത്. അതായത് പൗരത്വ ബോധത്തെ ഉയർത്തിപ്പിടിച്ച് സ്വാനവീകരണ ശ്രമങ്ങൾ ഓരോ സമുദായങ്ങളും നടത്തിയിട്ടുണ്ട്. ഞാനത് ചുരുക്കി പറയാം. അതായത് എല്ലാ കാലഘട്ടത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കഷ്ടതകൾ അല്ലെങ്കിൽ ഒരുപാട് മാനവികതയ്ക്കെതിരായിട്ടുള്ള തുല്യ പൗരത്വ ആശയങ്ങൾക്കെതിരായിട്ടുള്ള ധാരാളം സഫറിങ്സ് ചരിത്രത്തിൽ കാണാം. അതിനെതിരെ ആദ്യം പ്രതികരിച്ചത് അതാത് സമുദായത്തിൽ നിന്ന് തന്നെയാണ് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് തുല്യതയ്ക്ക് വേണ്ടിയിട്ട് തങ്ങൾ മനുഷ്യരാണ്, മാനുഷികമായ മൂല്യങ്ങൾ തങ്ങളും അർഹിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവുണ്ടായ സമുദായങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ അവരുടെ സ്വന്തം പ്രതികരണങ്ങളിലൂടെയാണ് ഇത്തരത്തിലൊരു വളർച്ച സാധ്യമായത്. ഇപ്പോഴും അതായി എന്ന അവകാശവാദമില്ല. വളർച്ച സാധ്യമായതിൽ ഈ സ്വന്തം സമുദായങ്ങളുടെ അല്ലെങ്കിൽ അതാത് സമുദായങ്ങൾക്കിടയിലെ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഈ പ്രബന്ധം തെളിയിക്കുന്നത്. അരികുവൽകൃത ജനതയ്ക്ക് ആത്മവിശ്വാസം നൽകാനും സ്വാതന്ത്ര്യത്തിൻ്റെ, വിദ്യാഭ്യാസത്തിൻ്റെ, നീതിയുടെ, തുല്യ മാനവികത, തുല്യ പൗരത്വ ആശയങ്ങളിലേക്ക് നടന്നെടുക്കാനും സാമുദായിക പോരാട്ടങ്ങൾ സഹായിച്ചു. ഉപസംഹാരം: ഇന്നലകളിൽ ചരിത്രത്തിൽ നഷ്ടപ്പെട്ടു പോയ സാമുദായ പോരാട്ട ചരിത്രങ്ങളുടെ ലക്ഷ്യവും സ്വാധീനവും ഗവേഷണ പഠനങ്ങളിലൂടെ സമീപിക്കേണ്ടത് അനിവാര്യമാണ്. തുല്യ മാനവികത, തുല്യ പൗരത്വം എന്നീ ആശയ ആദർശങ്ങളിലേക്ക് പാർശ്വവൽകൃത ജനതയെ വീണ്ടെടുക്കാൻ സാമുദായിക പോരാട്ടങ്ങൾ ഏറെ സഹായിച്ചിട്ടുണ്ട് എന്ന് അവലോകന പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. എന്നിരുന്നാലും തുല്യ മാനവിക പൗരത്വ ആശയങ്ങൾക്ക് സാമുദായിക പോരാട്ടങ്ങൾ എങ്ങനെ സഹായിച്ചു എന്നത് ഇതേ പ്രകാരത്തിലോ മറ്റു ഘടകങ്ങൾ ഉൾപ്പെടുത്തിയോ ചരിത്ര സാംസ്കാരിക ഗവേഷണ പഠനങ്ങൾ വിദൂര സാധ്യതയും അർഹിക്കുന്നുണ്ട്. അതായത് കേരള അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രബന്ധം പഠിക്കുന്നത്. പക്ഷേ കേരള അന്തരീക്ഷത്തിൽ നിന്ന് മാത്രമല്ല, വിവേചനങ്ങളും അടിമത്തവും ലോകമെമ്പാടും മനുഷ്യനുണ്ടായ കാലം മുതലേ നിലനിന്നിരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ പഠനം തുടർ പഠന സാധ്യത അർഹിക്കുന്ന ഒരു വിഷയമാണെന്ന് കൂടി പറഞ്ഞു നിർത്തുകയാണ്. നന്ദി. ചാന്നാർ എന്ന് പറയുന്നതും നമ്മുടെ നാടാർ, ഹിന്ദു നാടാർ എന്ന് പറയുന്നതും ഒന്നാണെന്ന് ആണോ, അതോ നമ്മുടെ ഈ തെക്കൻ തിരുവിതാംകൂറിലെ 85,000-ഓളം ഹിന്ദു നാടാർ സമുദായത്തിൽപ്പെട്ട ഒരു CSIയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ കാലത്ത് നടന്ന ഒരു സംഭവമാണ്. അത് പിന്നീട് രാജാവൊക്കെ ഇടപെട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാമുവൽ മറ്റീറിൻ്റെ ചരിത്ര പുസ്തകത്തിലൊക്കെ അത് പറയുന്നുണ്ട്. അതെ. അപ്പോൾ പിന്നെ എനിക്ക് ഇത് തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അന്ന് സാമുദായികമായിട്ടാണ് തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്നതെങ്കിൽ ഇന്ന് ചില യൂണിയനുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്നുണ്ട്. അതായത് യൂണിയൻ്റെ നേതാവിന് മാസപ്പടി കൊടുത്തില്ലെങ്കിൽ അവരെ ടേൺ വിളിക്കാന്ന് പറയത്തില്ല, ടേൺ വിളിക്കുന്നതിന് ഒഴിവാക്കും. അപ്പോൾ അതും ഒരു സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനമാണല്ലോ, തൊഴിലവസരം നിഷേധിക്കുന്നതാണല്ലോ. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ സൂചിപ്പിച്ചു, ഈ തുല്യ മാനവികത, തുല്യ പൗരത്വം എന്ന ആശയത്തിലേക്ക് നമ്മൾ ഇപ്പോഴും ഫുൾഫിൽ ചെയ്തു എന്നൊരു അവകാശവാദം എനിക്കില്ല. ആയിരുന്ന അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ കേരള ചരിത്രത്തിൽ നിന്ന് വളർച്ച സംഭവിച്ചു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വെക്കുന്നുള്ളൂ. ഇന്ന് എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ഞാൻ വന്നു എന്ന് പറയുന്നതിൽ ആയിരുന്ന അവസ്ഥയിൽ നിന്നൊരു വളർച്ച സംഭവിച്ചു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ചാന്നാറിനെ കുറിച്ച് പറഞ്ഞതിൽ നമ്മൾ ചരിത്രം മനസ്സിലാക്കുമ്പോഴത്തേക്കും ഈ ചാന്നാർ സമുദായത്തെ പല രീതിയിൽ മനസ്സിലാക്കണം. അതായത് അന്നത്തെ തെക്കൻ തിരുവിതാംകൂർ എന്ന് പറയുന്നത് ഇന്നത്തെ കന്യാകുമാരി ജില്ലയാണ്. കന്യാകുമാരി ജില്ലയിൽ 1805-6 കാലഘട്ടത്തിലാണ് ഈ മിഷൻ വരുന്നത്. ആ സമയത്തെ അവിടുത്തെ ചാന്നാർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമ്മൾ ഈ എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നത് പോലൊരു സമുദായം അല്ലായിരുന്നു. കുറച്ച് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ബിസിനസ് എന്ന് വെച്ചാൽ ഇന്നത്തെ വലിയ ബിസിനസ് ഒന്നും അല്ല, കരിപ്പട്ടി നിർമ്മിക്കുന്ന ചെറു വ്യവസായങ്ങളുള്ള ഒരു അത്യാവശ്യം
ഒരു സാമ്പത്തിക ശേഷിയുള്ള ഒരു വിഭാഗം. പക്ഷേ അതേസമയം മനസ്സിലാക്കണം, തിരുവനന്തപുരം, ഇന്നത്തെ തിരുവനന്തപുരം ഈ ഒരു പ്രദേശത്തും ഈ പറയുന്ന ചാന്നാർ വിഭാഗമുണ്ട്. അവർ പനകയറ്റ തൊഴിലാളികളായിരുന്നു. അപ്പോൾ ചാന്നാർ വിഭാഗത്തിനുള്ളിൽ തന്നെ തൊഴിൽപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള അസമത്വം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചരിത്ര വീക്ഷണത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ ഒരു സംഭവത്തെ കൂട്ടി വാഴിക്കാനായിട്ട്. അപ്പോൾ അന്നത്തെ ചാന്നാർ സമുദായത്തെ മുഴുവൻ എന്നൊന്നും ഇല്ല, ഒരു വളർച്ച സംഭവിച്ചിട്ടുണ്ട്. ആ വളർച്ചയ്ക്ക് പിന്നിൽ ഈ സാമുദായിക പോരാട്ടങ്ങൾ സഹായിച്ചു. താങ്ക് യു വെരി മച്ച്. നല്ല പ്രതികരണമായിരുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ് പ്രസന്റേഷൻ. വിത്ത് യുവർ പെർമിഷൻ ചെയർ, എനിക്ക് മാഡത്തിന് കോംപ്ലിമെൻറ്റ് ചെയ്യണം. വളരെ ബ്രില്യൻറ്റ് പ്രസൻറ്റേഷൻ, വളരെ ബ്യൂട്ടിഫുള്ളി പ്രസൻറ്റഡ്, ലോട്ട് ഓഫ് ട്രെമൻഡസ് ഇൻസൈറ്റ്. ഐ ജസ്റ്റ് വോണ്ട് ടു താങ്ക് യു ഫോർ ദാറ്റ് പ്രസൻറ്റേഷൻ. മറ്റേ ആദ്യത്തെ 2 പ്രസൻറ്റേഷൻസ് വർ ഈക്വലി ഗുഡ്. ഡോക്ടർ അഞ്ജുവിൻ്റെ ഞാൻ വന്നപ്പോൾ നടക്കുമായിരുന്നു, ദാറ്റ് വാസ് ഓൾസോ എക്സലൻറ്റ്. പ്രൊഫസർ സാഫി മോഹൻ്റെ എനിക്കറിയാം, ഹി ഓൾവേസ് സ്പീക്സ് എക്സലൻ്റ്ലി വെൽ. സോ all excellent presentations. Thank you. Thank you very much.